ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും നാഗർകോവിലാണ് ഷൂട്ട് കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 ദിവസം കഴിയുന്നതുകൊണ്ട് നമുക്ക് 3 ദിവസം വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. നമ്മളടുത്ത് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിൽക്കുന്നേ നിൽക്കാം, പോകുന്നേ പോവാം, കുഴപ്പമില്ല. നമ്മൾ ഫുൾ കാര്യങ്ങൾ അവരാണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് വന്നിട്ട്, അപ്പോൾ വീട്ടിൽ പോവുക, സുലൈ കുഞ്ഞിനെ കാണുക, ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഒതുക്കാനൊക്കെ ഉണ്ട്, അതെല്ലാം ഒതുക്കുക. എന്നിട്ട് ഡേറ്റിന് മുമ്പ് തലേ ദിവസം ഇനി വരിക. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. നമ്മളെല്ലാം റെഡിയായിട്ട് തിരിച്ച് വീടുകളിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ആരും നിൽക്കുന്നില്ല, എല്ലാവരും വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ 12:30 മണിയായി. ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മളിവിടെ നിന്ന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. വാഷിംഗ് മെഷീൻ ഓക്കെ, നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. 12:30 കഴിഞ്ഞതല്ലോ കേട്ടോ. കുറച്ച് സമയം ഇവിടെ ഉണ്ട്. ആടി തിന്നു. എന്തൊക്കെയാ കയ്യിൽ? എന്താ സാധനം? റിയൽ ആപ്പിൾ. റിയൽ ആപ്പിളാ? ഓക്കെ, വല്യേട്ടൻ ഏത് റൂമിലാ? വല്യേട്ടന് ഛർദ്ദിക്കാൻ മുട്ടുന്നെന്ന് പറയുന്നു. നല്ല ചൂട് കേട്ടാ. കപ്പലണ്ടി ഇനിയുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് കേട്ടോ. നമ്മളിപ്പം ആള് കുറവായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് പൊങ്കാല കഴിഞ്ഞിട്ട് അമ്മമാരും ചേച്ചിമാരൊക്കെ ഒരുപാട് പേര് കയറാൻ സാധ്യതയുണ്ട്. അവിടെ ട്രിവാൻഡ്രത്തിന് ശേഷം തിരക്കാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുവരെ കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഓക്കെ, 1ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും ചിലപ്പോൾ ഈ ട്രെയിൻ നിർത്തുന്നത് കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യാണ് മണ്ടത്. ഓ, അവനെ കൂടെ ഇറങ്ങാൻ പറ. അതന്നെ, ബസ്സിൽ പോകാൻ പറ. വേറെ തട്ടാടാ അജയ. നീ വല്ലതല്ലേ? അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ വണ്ടി ഉണ്ടോ? നീ ഇവിടെ അങ്ങോട്ട് പോണ അനീഷേ? നീ ഇവിടെ അങ്ങോട്ട്? അത് തന്നെ എങ്ങോട്ട്? വണ്ടി വരൂ? ആ, വണ്ടി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വന്നാ
3 മണിക്ക് അവിടെ വന്നിരിക്കുക. കൂട്ടുകാരൻ അവൻ്റെ പട്ടാളക്കാരൻ തന്നെ. ഡ്രൈവർ. അതുകൊണ്ട് കൊള്ളാം. കാണാൻ കിട്ടോളൂ. പോയിട്ടോ. ടാറ്റ 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 എന്നാ വിട്ടോ. ടാറ്റ. അപ്പോൾ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയി വർക്കൗട്ട് കഴിഞ്ഞിട്ടേ പോകണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് സെറ്റായിരിക്കുമായിരുന്നു. ബോഡി നല്ല പെയിൻ ഉണ്ട് കേട്ടോ, വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് സംഭവം. എന്തിനാണ് 2 ദിവസം ഉള്ളത് നല്ലപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈമുണ്ട്. അപ്പം ഒരു മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് വർക്കൗട്ടിന് വരുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് ആദ്യം വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോകാം. ഞാൻ വണ്ടി എടുക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇവിടെ ആളില്ല. ആ ചേട്ടൻ വരുന്നുണ്ട്. വണ്ടി അങ്ങ് അറ്റത്തിരിക്കുകയാണ് കേട്ടോ. 6 ദിവസമായി. ഓക്കേ, വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി. വണ്ടി പഞ്ചറായി.